അഭിഭാഷകർ ജഡ്ജിമാരുടെ സബോർഡിനേറ്റ്സാണോ, അതായത് കീഴുദ്യോഗസ്ഥരാണോ? പുതിയ തലമുറയിലെ കോടതി ജീവനക്കാരും സാധാരണക്കാരും ചില ജൂനിയർ ജഡ്ജിമാരും അറിയാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അഡ്വക്കസി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷനാണ്, അതായത് ഒരു സ്വതന്ത്ര തൊഴിൽ മേഖലയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അഭിഭാഷക വൃത്തിയെ സ്വതന്ത്രമായി നിലനിർത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ബാർ കൗൺസിലുകൾക്കാണ് അഭിഭാഷകരെ എൻറോൾ ചെയ്യാനും മറ്റുമുള്ള അധികാരമുള്ളത്. അഭിഭാഷകർക്ക് ജഡ്ജിമാരെ ഭയമല്ല, ബഹുമാനമാണുള്ളത്. പരസ്പര ബഹുമാനത്തിൽ അടിസ്ഥിതമായ ഒരു ബന്ധമാണ് അഭിഭാഷകരും ജഡ്ജിമാരും തമ്മിലുള്ളത്. നമ്മളെല്ലാം കരുതുന്ന പോലെ കോർട്ടലക്ഷ്യത്തിന്, അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് നടപടി എടുക്കാൻ ജഡ്ജിമാർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരു സാധാരണ കക്ഷിക്കും വക്കീലന്മാർക്കുമെല്ലാം കോടതിയിലെ മോശം പെരുമാറ്റത്തിന് ഒരു ജഡ്ജിക്കെതിരെ കോർട്ടലക്ഷ്യത്തിന് മുകളിൽ കോടതിയിൽ പരാതി നൽകാൻ കഴിയും. പ്രകൃതിയിൽ മുകളിലോട്ട് പോകും തോറും ശൂന്യാകാശമാണ് എന്നുള്ള കാര്യം മറക്കരുതെന്ന് മാത്രം. കോർട്ടലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായ സംഭവം നടന്നത് 2017 അന്ന് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന CS കർണൻ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരം അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും 7 ജഡ്ജിമാരെയും 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. സുപ്രീം കോടതി തിരിച്ച് കർണനെ 6 മാസത്തെ കോർട്ടലക്ഷ്യത്തിനും ശിക്ഷിച്ചു. ഇനി ജുഡീഷ്യറിയിലെ ഈ തമാശകളും കൊളീജിയും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ വക്കീലന്മാർ ചെയ്യുന്ന ഒരു യോഗയാണ് ഈ കാണുന്ന ചിത്രത്തിൽ. ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. ഷെയർ ഇറ്റ് മാക്സ്.